ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ ഇന്ന് ക്രിസ്മസ് മോർണിംഗ് ആട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ എഴുന്നേക്കൽ പതിവൊന്നുമില്ല, 6 മണിക്കൊന്നും. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് രാവിലെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചോദിച്ചു കുളിക്കുന്നത് നനയ്ക്കുന്നതൊന്നും ഇല്ലേന്ന്. കുളിക്കുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പം പിള്ളേരെല്ലാം ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ക്രിസ്മസ് അവർക്ക് അടിപൊളിയാക്കി കൊടുക്കണമല്ലോ. അപ്പം വേറൊന്നുമല്ല, കുഞ്ഞു വീഡിയോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ ലഞ്ച്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ പോവുക, ഫുള്ള് കാണാൻ മറക്കല്ല കേട്ടോ. പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോണേ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ക്രിസ്മസ്. ഞാൻ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂ ഉണ്ടാക്കുന്ന ആദ്യം പ്ലാൻ ഇട്ടു. പിന്നെ വിചാരിച്ചു വേണ്ട, പിള്ളേർ അപ്പമൊക്കെ കഴിക്കാൻ പാടായിരിക്കും. അപ്പോൾ 1-2 പേര് കഴിക്കും, അത് കഴിഞ്ഞിട്ട് പോകും. പിന്നെ എന്തായാലും കയറി ഇറങ്ങിയ സമയമാണ്. പക്ഷെ ബ്രെഡും സ്റ്റൂ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ ഉടനെ തന്നെ കഴിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാൻ ഇന്നലെ ബ്രെഡ് മേടിച്ചു, സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വെച്ചു, ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉച്ചത്തെ എന്താണെന്ന് ഞാൻ വഴിയെ പറയാവേ. അപ്പോൾ ഓൾറെഡി ഇന്നലെ ഞാൻ ചിക്കൻ മേടിച്ചിട്ട് ക്ലീനൊക്കെ ആക്കി വെച്ചു. ഇത് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് മാറ്റിയതാട്ടോ. അപ്പം എത്ര മേടിച്ചതൊന്നും അറിയാം, ഏട്ടനെ മേടിച്ചു. ഇത് ഇപ്പം രാവിലെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് തന്നെ കറിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രെഡാകുമ്പോൾ പണിയില്ല, അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അത് അന്നപ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് സ്റ്റീം ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ആൾ പോവില്ലേ. അപ്പം ഞാൻ ഇതുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ആദ്യം ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഞാനിപ്പം ഈ സ്റ്റൂ ഉണ്ടാക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 3ാമത്തെ വട്ടം കേട്ടോ സ്റ്റൂ ഉണ്ടാക്കുന്നത്. 3ാമത്തെ വട്ടമാണോ 4ാമത്തെ വട്ടമാണോ പറഞ്ഞത്. ഇതിന് ഒരുപാട് നാളായിട്ടില്ല കേട്ടോ. വല്ലപ്പോഴും അങ്ങനെ എക്സ്പേർട്ടൊന്നുമല്ല ഇത് സ്റ്റൂ ഉണ്ടാക്കി. പക്ഷേ എനിക്ക് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എളുപ്പപ്പണി കേട്ടോ, വലിയ പണിയുള്ള കേസൊന്നുമല്ല. പിന്നെ ആകെയുള്ളൊരു മെനക്കേടെന്ന് പറയുന്നത് തേങ്ങ തിരുവണം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി കേട്ടോ തേങ്ങ തിരുവണം. അതിൻ്റെ പാലെടുക്കണം, അത് ഭയങ്കര ഇതാണ്. അതിന് ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. കുറച്ച് കാഷ്യൂ എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പം ഞാനത് വിട്ടുപോയി. ഇതിനകത്ത് കുറച്ചെടുത്ത് കുതിർക്കാൻ വെക്കാവേ. ഇത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടോ. സ്റ്റൂ ഞാൻ കുക്കറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ വെച്ച് അതിനകത്തേക്ക് ഞാനൊരു സോൾട്ടഡ് ബട്ടർ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിടുന്നുണ്ട്, ഫസ്റ്റ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 സവാളയായിട്ടോ എടുത്തത്, അതും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് കുക്കർ ചൂടായപ്പോൾ ഇട്ടപ്പോഴത്തേക്ക് അങ്ങ് പെട്ടെന്ന് പുകയും വന്നു, ഉള്ളിക്കൊരു ഡാർക്ക് അടിച്ച പോലൊരു ഇത് വന്നു കേട്ടോ. പെട്ടെന്ന് നല്ല ചൂടിലിട്ടതുകൊണ്ടാകും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ. അങ്ങനെ അതും ഇട്ട് ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം ഞാനൊരു 2-3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വഴണ്ട് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ക്യൂബ്സായിട്ട്, നല്ല മീഡിയം സൈസിലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും ഉരുളക്കിഴങ്ങ് 2 ക്യാരറ്റ് 1 ആയിട്ടാണ് ഇട്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ മറന്നു കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ചതച്ച് ഇടുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടിയിലൊന്നും പിടിക്കാതെ. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഉള്ളിയിൽ മാത്രമേ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ച് മാത്രം ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ, 1ാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റായിട്ട് ചേർക്കുന്നത്. 2ാം പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കറക്റ്റ് പാകത്തിന്, വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് അടച്ച് വെച്ച് 2 വിസിൽ കേൾപ്പിക്കുന്നോളൂ കേട്ടോ. അപ്പം കറക്റ്റ് നമുക്ക് വേവ് കിട്ടും. ബാക്കി നമുക്കല്ലാതെ വേറെ കുക്ക് ചെയ്യണം. ഇത് 2 വിസിലിൽ ഞാനത് എടുത്തിട്ട് ഞാൻ വേറൊരു മൺചട്ടിയിലോട്ട് അതാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റിന് കിട്ടും, നമുക്ക് നമ്മുടെ കൈപ്പാകത്തിന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ മൺചട്ടിയിലാട്ടോ വെച്ചത്. എന്നിട്ട് ആ വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി അതൊന്ന് തിള വരാൻ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നെയ്ക്കകത്ത്
ഉള്ളി ഒന്ന് വാട്ടിയെടുക്കും. നമ്മൾ സവാളയില്ലേ അതൊന്ന് വാട്ടിയല്ല വറുത്തെടുക്കുന്നുണ്ട്. അപ്പം തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ സമയം കൊണ്ട് എൻ്റെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടി ഗരം മസാലയും കുറച്ചും കൂടി കുരുമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരി കുറച്ച് വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് നമുക്ക് നിർത്താൻ പാകമായി വരുമ്പോഴത്തേക്കും ആ സമയം കൊണ്ട് ഞാൻ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലിൽ ഞാൻ അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യം 1-ാം പാൽ ഒഴിച്ച് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങി വെക്കാം. അതൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും ഉള്ളി അവിടെ നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ മേളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇടും. അതാകുമ്പോൾ നല്ല മുരുമുരുപ്പ് കിട്ടേ. അത് പെട്ടെന്ന് തന്നെ മാറ്റിയതിന് ശേഷം ഞാനത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇടുന്നുണ്ട്. അതും കൂടി ഇട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ വാങ്ങി വെച്ച സ്റ്റൂവിലേക്ക് ലാസ്റ്റ് മേളിൽ ആ ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാട്ടോ. അങ്ങനെ ആദ്യം തന്നെ സ്റ്റൂവിൻ്റെ പരിപാടിയെല്ലാം നടത്തി അതങ്ങ് മാറ്റി വെച്ചു കേട്ടോ. ഇരിക്കും തോറും ഒന്നും കൂടി ഒന്ന് കുറുകുക, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അങ്ങനെ ആ ജോലി അങ്ങ് കഴിഞ്ഞു. അടുത്തതിന് ഉച്ചത്തേക്ക് ചിക്കൻ ബിരിയാണി വെക്കാനുള്ള പ്ലാനാട്ടോ. അപ്പം ഞാൻ മസാല ആദ്യം ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് ചോദിച്ചു. അപ്പം ചിക്കൻ ആദ്യം ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലയും കുരുമുളകൊക്കെ ചേർത്തിട്ട് അതൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂറോളം കൂടുതൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നാരങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സിൻ്റെ അച്ചാറാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡേറ്റ്സിൻ്റെ പിക്കിൾ. ഇന്നലെ രാത്രി ഞാനിത് ഉണ്ടാക്കിയത് രാവിലെ ആയിട്ടും സെറ്റായി കാണും. പ്രത്യേകിച്ച് എൻ്റെ ഫേവറേറ്റ് കൂടെ ആയതുകൊണ്ട് കുറച്ച് രുചി കൂടും. ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഉച്ചത്തേക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എയർ ടൈറ്റ് ഉള്ള ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ആ പരിപാടികളെല്ലാം നടത്തിയതിന് ശേഷം പിന്നെ ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി വേണമല്ലോ. അപ്പം അമ്മയെ ഇരുന്ന് ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഞാനും അമ്മയും കൂടെ വെളിയിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ആ ഉള്ളി തൊലിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു കേട്ടോ. അങ്ങനെ ശിവാനിയാണ്. ഇപ്പോൾ പിള്ളേരെല്ലാം എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ അടുത്ത് പറഞ്ഞ് പോയി വേഗം തന്നെ ബ്രഷ് ചെയ്തിട്ടൊക്കെ വാ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അരി ഇടാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ 1 കിലോയുടെ ചോറാട്ടോ വെക്കുന്നത്, അരിയുടെ ചോറാട്ടോ വെക്കുന്നത്. അപ്പോൾ 2 സെക്ഷനിലായിട്ട് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആദ്യം കുക്കറിൽ ഇത് കണക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക കുരുമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രെഡ് എല്ലാം പിള്ളേരെല്ലാം പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞെങ്കിൽ ബ്രെഡ് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയാണ് ബ്രെഡ് വെച്ചത്. ആ സമയം കൊണ്ട് ഇവിടെ ഇപ്പുറത്ത് ബിരിയാണി ചോറിന് വേണ്ടിയിട്ടുള്ള പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ച് പൊട്ടിയതിന് ശേഷം നമ്മൾ ആ കറക്റ്റ് വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വിസിൽ കഴിയുമ്പോൾ കറക്റ്റ് ചോറ് റെഡിയാവും കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു. അങ്ങനെ എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു തുള്ളി ബിരിയാണി എസൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറിന് നല്ലൊരു മണമായിരിക്കേ. അപ്പോഴത്തേക്കും ഇവിടെ ബ്രെഡും നല്ല അടിപൊളിയായിട്ട് പഞ്ഞി പോലെ സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ കഴിക്കണം, കാരണം വെച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം വന്ന സമയത്ത് കേട്ടോ ഞാൻ റെഡിയാക്കിയത്. എന്നിട്ട് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി അപ്പോഴത്തേക്കും 1 മണിക്കൂറോളം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ 1.5 മണിക്കൂറോളം ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുറേശ്ശെ ഫ്രൈ ചെയ്തെടുത്തു. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടണം, ഒന്ന് മൊരിഞ്ഞ് ഒന്ന് കുക്കായി കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാടിട്ട് പൊരിച്ച് നമ്മൾ ചിക്കൻ ഫ്രൈഡ് പോലെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ബാക്കി പകുതി വേവിക്കേണ്ടത് മസാലയിൽ കിടന്നാട്ടോ. അങ്ങനെ ഞാൻ പകുതി ഇത് കണക്കൊന്ന് എല്ലാ പീസുകളും ഇത് കണക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫ്രൈ ചെയ്ത് മാറ്റി അത് കഴിഞ്ഞ് 2ാമത്തെ സെക്ഷനും ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല മസാല പിടിച്ചതുകൊണ്ട് നല്ല മണമായിരുന്നേ. ഈ എണ്ണയിലിട്ടൊന്ന് മൊരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നല്ല മണമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ റൈസ് ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവിയിലിരുന്ന് വെന്ത് പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി വേറൊരു പാത്രത്തിലോട്ട് അമ്മ മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആവിയിലിരുന്ന് വേവും. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി വറുത്തെടുക്കണം. അങ്ങനെ ഉള്ളി ജസ്റ്റ് ഒന്ന് ഒരു 2-3 ഉള്ളി ഇതണക്ക് നൈസായിട്ട് അരിഞ്ഞ് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഒരു 1.5 സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട്
വറുത്തെടുക്കണം. മേളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല മുരുമരുപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഇത് കണക്ക് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് ജോലിയൊന്ന് ഒതുക്കിയതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. എല്ലാവരും ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. കേക്കില്ലാത്ത എന്ത് ക്രിസ്മസ് അല്ലേ, അങ്ങനെ എല്ലാവർക്കും ഫസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുക എല്ലാവരും കൂടി ഒരുമിച്ചായിട്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്ത പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. ഇനി ബിരിയാണി വെക്കണം. അപ്പോൾ ഇനി ബിരിയാണി വെക്കാനല്ല, ബിരിയാണിയുടെ മസാല വെക്കണം. ചോറ് 2 പ്രാവശ്യമായിട്ട് വേവിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് മസാലയുടെ പരിപാടികളെല്ലാം നടത്തിയത്. ആദ്യം തന്നെ വലിയ ഉരുളിയാട്ടോ വെച്ചത്. അപ്പോൾ അതിനകത്താകുമ്പം കുറച്ചും കൂടെ സ്പേസ് കിട്ടും. എന്നിട്ടൊരു ഉള്ളി ഞാൻ 6-7 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, സവാള. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഉപ്പിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അത് എൻ്റെ ട്രിക്കാണ്, എല്ലാവർക്കും ഇനി അങ്ങനെ അറിയാവോന്ന് അറിയത്തില്ല. ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതല്ല, നല്ല പേസ്റ്റ് ആക്കിയതാട്ടോ ചേർക്കുന്നത്. അതൊന്ന് വഴണ്ട് പച്ച ചുവയൊക്കെ മാറിയതിന് ശേഷം അടുത്തത് ചേർക്കുന്നുണ്ട് ഗ്രീൻ മസാല എന്ന് പറയാം കേട്ടോ. ഇതിനകത്ത് പച്ചമുളകുണ്ട്, പുതിനയിലയുണ്ട്, മല്ലിയിലയുണ്ട്. ഇതും നല്ല പേസ്റ്റ് പോലെ മിക്സിയിൽ അടിച്ചതാട്ടോ ചേർക്കുന്നത്. ഞങ്ങൾ ഇതിനകത്ത് കൂടുതൽ മസാല ഒന്നും ചേർക്കുന്നില്ല ഈ ബിരിയാണി മസാലയിൽ. കാരണം ഓൾറെഡി ചിക്കൻ ഫ്രൈക്കകത്ത് ഒരുപാട് മസാലകൾ ചേർത്തതുകൊണ്ട് ഇതിനകത്ത് ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് മസാല മുന്നേ നിൽക്കും. അപ്പം ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ബിരിയാണി മസാലയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് കുറേശ്ശെ മാത്രം, ഒരു 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുണ്ട്. കാരണം എല്ലാം കൂടി ചിക്കനിൽ പകുതി വേവലേ ആയുള്ളൂ ഫ്രൈക്ക്. അപ്പം അതിൻ്റെ മസാലയും കൂടി ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് കുത്തലടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടി എല്ലാം കുറേശ്ശെയായിട്ടായിരിക്കും. പക്ഷേ എരി അത്യാവശ്യം മീഡിയം ഇതായിരിക്കും കേട്ടോ. പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകൊക്കെയാണ് ചേർത്തത്. അതെല്ലാം ഒന്ന് മൂത്ത് വഴണ്ട് നല്ല സെറ്റായി വരും. പച്ച ചൊവയൊക്കെ മാറി എല്ലാം ഓക്കെ ആയിട്ട് വരുമ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്രൈ ആയിട്ടില്ല കേട്ടോ, പകുതി വേവേ ആയിട്ടുള്ളൂ. അപ്പം ഈ ഒരു കപ്പ് അളവിൽ ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ്. കാരണം അതൊന്ന് ചിക്കനൊന്ന് വെന്ത് ഒന്ന് ഗ്രേവി ആവണം, വെള്ളമൊക്കെ വറ്റി ഒന്ന് ഗ്രേവി ആവുന്ന സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ചോറ് സെറ്റ് ചെയ്യാനുള്ള, ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള, ദം ബിരിയാണി ഒന്നും അല്ല, എന്നാലും ചോറ് നല്ലതുപോലെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പം ഫസ്റ്റ് ചോറിട്ടു, അതിൻ്റെ മേളിൽ ഗ്രേവി, ചിക്കൻ ഗ്രേവി ഇട്ടു, അതിൻ്റെ മേളിൽ ചോറിട്ടു, പിന്നെ കുറച്ച് ഡെക്കറേഷനും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ റിപ്പീറ്റായിട്ട് ഒരു 2 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
സെറ്റാക്കി വെച്ചതിന് ശേഷം ഗ്യാസിൽ ഇതേ കണക്ക് വെച്ചിട്ട് ഒരു മേളിൽ ഞാനൊരു ഇടികല്ലില്ലേ അതൊന്നും എടുത്ത് വെയിറ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കരിഞ്ഞു പോയത് അടി പിടിച്ച്. ആ സമയം കൊണ്ട് പപ്പടം എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദമ്മ് പൊട്ടിച്ചു. ദമ്മല്ല, ബിരിയാണി പൊട്ടിച്ചു. ദമ്മെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഈ ബിരിയാണി. ഒരു സിമ്പിൾ ബിരിയാണി എത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്താണെന്നറിയത്തില്ല, മസാലയുടെ ആണോ അതോ എസെൻസിൻ്റെ ഒക്കെ ആണോ എന്തോന്നറിയത്തില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അരിയും നല്ല അത്യാവശ്യം നല്ല ഇച്ചിരി എക്സ്പെൻസീവായ അരിയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു. 2 മണിയായിട്ടോ എല്ലാവരും കൂടെ കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും 2 മണിയായി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മ പറ, ഇങ്ങോട്ട് പറ, നോക്കിട്ട് പറ. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. Bye bye.